ലിറ്റർ മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കറും സമ്മാനം. അപ്പോൾ ഇന്നത്തെ വാർത്താ പകൽ കുറച്ചധികം വാർത്തകൾ വന്നു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കേരള ഹൈക്കോടതിയുടെ തീരുമാനമായിരുന്നു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുകയാണെന്ന് ചെയ്ത് വനിതാ ജഡ്ജ് ഉൾപ്പെടെ ഒരു പ്രത്യേക ബെഞ്ച് ഇനി ഇത്തരം കേസുകൾ കേൾക്കും തീരുമാനമെന്ന്. സാധാരണ ഒരു നടപടിയല്ല. ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ബെഞ്ച് രൂപീകരിക്കുന്നത് അത്ര സാധാരണമല്ലാത്തൊരു നടപടിയാണ് കേരള ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. സ്ത്രീകൾക്ക് എതിരായുള്ള അതിക്രമങ്ങൾ പരിഗണിക്കാൻ ഈ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച കേരള ഹൈക്കോടതി ഇന്ന് മാതൃക കാട്ടി. ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് CS സുധ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഇനി ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള കേസുകൾ കേൾക്കുക. തികച്ചും അസാധാരണവും അപ്രതീക്ഷിതവുമായിരുന്നു ഹൈക്കോടതിയുടെ ഇടപെടൽ. ഈ ഘട്ടത്തിൽ ഇങ്ങനെയൊരു നീക്കം ആരും പ്രതീക്ഷിച്ചതുമില്ല. വരാൻ പോകുന്നത് സാക്ഷാൽ AK ജയശങ്കരൻ നമ്പ്യാരുടെ അധ്യക്ഷതയിലുള്ള ഡിവിഷൻ ബെഞ്ച് കൂടിയായതോടെ കളം ചൂട് പിടിക്കുകയാണ്. ഇതങ്ങനെ എല്ലാ കാര്യത്തിലും സംഭവിക്കുന്നതല്ല. ഈ പ്രത്യേക ബെഞ്ച് പൊതുകാര്യ പ്രസക്തമായ വിഷയങ്ങൾ, ഇടപെടൽ വേണ്ട ഗൗരവമുണ്ടെന്ന് കോടതിക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്നിവയിലേ ഇങ്ങനെയൊരു തീരുമാനം ഉണ്ടാകൂ. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അങ്ങനെയൊന്നാണെന്ന് അടിവരയിട്ടുറപ്പിക്കുകയാണ് ഹൈക്കോടതി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ അപ്പീൽ പരിഗണിക്കുമ്പോഴാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ്, ജസ്റ്റിസ് S മനു എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് പ്രത്യേക ബെഞ്ചെന്ന തീരുമാനം പ്രഖ്യാപിച്ചത്. വനിതാ ജഡ്ജി അടങ്ങുന്ന പ്രത്യേക ബെഞ്ചായിരിക്കും ഇനി ഹർജികൾ കേൾക്കുക. 2 സീനിയർ ജഡ്ജിമാർ, വിശാലമായ അധികാരം, പരിഗണനാ വിഷയങ്ങളും നിരവധി. ഒരു ജുഡീഷ്യൽ ആക്ടിവിസത്തിനുള്ള സാധ്യത ഏറെയാണ്. വരുന്ന 10-ന് മുൻപ് സർക്കാർ റിപ്പോർട്ട് പൂർണ്ണമായും ഹൈക്കോടതിയിൽ എത്തിക്കും. തുടർന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജികളെല്ലാം പുതിയ ബെഞ്ചിൻ്റെ പരിഗണനയിലേക്ക് വരും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളെ അടിസ്ഥാനമാക്കി CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജിയും ഇതിൽ പരാമർശിക്കുന്ന കുറ്റകൃത്യങ്ങളിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ക്രൈം എഡിറ്റർ TP നന്ദകുമാറിൻ്റെ ഹർജിയും കോടതിയുടെ പരിഗണനയിലുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പൂർണ്ണരൂപം പുറത്തുവിടണമെന്നും കൃത്യമായ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജി വേറെ. ഇനി പ്രത്യേക ബെഞ്ചിന് എന്ത് ചെയ്യാനാകുമെന്ന് ചോദിച്ചാൽ ഉത്തരം ലളിതം. പോലീസിനെയും സർക്കാരിനെയും കൊണ്ട് നിയമത്തിൻ്റെ പരിധിയിൽ നിന്നും കൃത്യമായി പണിയെടുപ്പിക്കാനാകും. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 കൊല്ലം പൂഴ്ത്തിവെച്ചതുപോലെയുള്ള ഇടപാട് ഇനി നടക്കില്ലെന്നുറപ്പ്. S ശ്രീകാന്ത്, 24, കൊച്ചി.